വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ഇത്രയും നല്ലൊരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പല ഡ്രസ്സുകളിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഡ്രസ്സ് ആ ഫോട്ടോയിൽ വേണ്ട. ആ ഡ്രസ്സ് മാറ്റണം. വേറെ നമുക്കിഷ്ടമുള്ള കളറിലുള്ള ഡ്രസ്സ് ഇടണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. പൈസ കൊടുത്തു കഴിഞ്ഞാലേ അവർ നമുക്കിഷ്ടമുള്ള കളറിലുള്ള ഡ്രസ്സ് നമുക്ക് അവർ മാറ്റി തരത്തുള്ളൂ. അങ്ങനത്തെ പല പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങളെ മെറ്റ എയിലൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മെറ്റ എ നല്ല സൂപ്പറായിട്ട് അത് എഡിറ്റ് ചെയ്ത് തരും. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ഈ ഷർട്ട് ഞാൻ ഇപ്പോൾ ഇട്ടു. ഈ ഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. മലയാളത്തിൽ ടൈപ്പ് ചെയ്യരുത്. അതിന് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഏത് കളറാണോ ആ ഡ്രസ്സിന് ചോദിച്ചത് ആ കളറിൽ തന്നെ അത് വളരെ മനോഹരമായിട്ട് ഒരു തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ എഡിറ്റ് ചെയ്ത് തരും. ഇത് പലർക്കും അറിയാത്ത കാര്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു കാര്യം, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടുകളും ആയിരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ടൊരു സ്ഥലം പറയാണ്. ഞാൻ ഇവിടെ നിന്നെടുത്ത ഫോട്ടോ ഞാൻ താജ്മഹലിൽ എടുത്തതായിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കിട്ടണം എന്ന് ഞാൻ മെറ്റ എയിലൂടെ ഒരു ഇംഗ്ലീഷിലൊരു മെസ്സേജ് അയക്കുകയാണ്. അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് തരും. നമ്മൾ താജ്മഹലിൽ നിൽക്കും പോലെ തന്നെ അത് നല്ല സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പിലെ മെറ്റ എയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കിഷ്ടമില്ലാത്ത ഡ്രസ്സ് മാറ്റി നമുക്കിഷ്ടമുള്ള ഏത് കളറായാലും അത് സെൻഡ് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ എങ്ങനെ സേവ് ചെയ്യാമെന്നും, രണ്ടാമത്തത് ഈ ഞാൻ പറഞ്ഞ ഏത് സ്ഥലമായാലും നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗംഭീരമായി മെറ്റ എ എഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യുക. അവസാനം ഞാൻ 2-3 കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ മെറ്റ എയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ശരിയായ റിസൾട്ട് കിട്ടുകയില്ല. പിന്നെ കമൻറ്റ് ചെയ്യാൻ വരരുത്, എനിക്ക് ശരിയായ റിസൾട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വരരുത്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ മിസ് കഴിയും ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിൽ അളവംശം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഞാൻ മുഖം കാണിച്ച് വീഡിയോ എടുത്തിട്ട്. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ടൈം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് മുഖം കാണിച്ച് വീഡിയോ എടുക്കാത്തത്. അത് ഞാൻ മുഖം കാണിച്ച് വീഡിയോ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ദിവസം ഇങ്ങനത്തെ ടെക്നോളജി വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി വരുന്ന വീഡിയോയിൽ ചില വീഡിയോയിൽ ഞാൻ മുഖം കാണിക്കുന്നുണ്ടാവും, ചില വീഡിയോയിൽ ഞാൻ മുഖം കാണിക്കില്ലായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ദിവസം 9 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓരോ
വാട്സാപ്പിൽ വന്ന ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. 2 അപ്ഡേറ്റ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തെന്ന് വിചാരിക്കുക. ഫോട്ടോയുടെ ഡ്രസ്സ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം നേടും. എന്നിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള നിങ്ങൾ ഏത് ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് ആ ഡ്രസ്സ് ആക്കിയിട്ട് നിങ്ങൾ ഗാലറിയിൽ സേവ് ചെയ്യും. നിങ്ങൾ അങ്ങനെയല്ലേ പൊതുവെ ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള ഒരു സെറ്റിങ്സ് കൂടെ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അതിഷ്ടമുള്ള കളറിലുള്ള ഡ്രസ്സാക്കണം എങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് വാട്സപ്പിൻ്റെ മെറ്റയെ ക്രിയേറ്റ് ചെയ്ത് തരും. ക്രിയേറ്റ് ചെയ്ത് തരുന്നത് മാത്രമല്ല, നമുക്ക് ഇത് ഗാലറിയിലോട്ട് സേവ് ചെയ്യാനും സാധിക്കും. അതാണ് ഒന്നാമത്തത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏത് ഡ്രസ്സാണ് നമ്മളിട്ടിരിക്കുന്നത് നമ്മളെ ഡ്രസ്സിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ബാക്ക്ഗ്രൗണ്ട്. ചിലവർക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. ഓക്കെ, നമ്മൾ സാധാരണ വീട്ടിൽ എവിടെയെങ്കിലും നിന്നായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഡിഫറൻറ്റ് സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങളിപ്പോൾ ഞാൻ ഇനി ഡിഫറൻറ്റ് സ്ഥലത്ത് പോകണം. ഡിഫറൻറ്റ് സ്ഥലത്തൊന്നും പോകണ്ട. നമ്മൾ പറയുന്ന സ്ഥലം ഏതായാലും ബാക്ക്ഗ്രൗണ്ട് അടക്കം മെറ്റായി നമുക്ക് ചേഞ്ച് ചെയ്ത് തരും. വാട്സപ്പിൻ്റെ മെറ്റായി അതെങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. അതിനായിട്ട് നിങ്ങളാദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യരുത്. ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റാണ് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഞാൻ പറയും പോലെ തന്നെ ടൈപ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ മെറ്റ എ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് മെറ്റ AI. ഇവിടെ ഞാൻ മെറ്റ AI ഓപ്പൺ ചെയ്യാണ്. മെറ്റ AI. ഓക്കെ, മെറ്റ AI എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. താരെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ താരെ ക്യാമറയുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയും പോലെ ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷ് മാത്രമേ ടൈപ്പ് ചെയ്യാവൂ, എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. മറ്റേ ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ. ചേഞ്ച് കളർ ഡ്രസ്സ്, നിങ്ങൾക്ക് ഏത് ചേഞ്ച് കളർ ഡ്രസ്സ് എന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് കളറിലാണോ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ചേഞ്ച് ഡ്രസ്സ് കളർ യെല്ലോ എന്നാണ് കൊടുത്തത്. കാരണം നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഓഫോ ഗിയോ ഒന്നും അടിക്കാൻ പാടില്ല. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതല്ല. ഓഫോ ഗിയോ ഒന്നും അടിക്കാൻ പാടില്ല. ഈ ചേഞ്ച് കളർ ഡ്രസ്സ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ വേണ്ടത് ആ കളറ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, വേറെ ഒന്നും ചെയ്യരുത്. ശേഷം അവിടെ സെൻഡ് കൊടുക്കുക. ശേഷം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ യെല്ലോ ആണ് കൊടുത്തത്. ഞാൻ സത്യമായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തന്നെ ഇത് കണ്ടില്ല, അത്ഭുതമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൂഫ് അധികം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ മൈക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഏത് ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞാനൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ മഞ്ഞ കളർ ഡ്രസ്സായിട്ട് അത് തന്നു. അത് വളരെ ക്ലീനായിട്ട്
ആ മഞ്ഞ കളർ ഡ്രസ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വേണോ, നിങ്ങൾക്ക് ഏത് കളറിൽ വേണോ ചേഞ്ച് ചെയ്യുക. ഇത് മാത്രമല്ല, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഒരു കളറിൽ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ചേഞ്ച് കളർ ഡ്രസ്സ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ക്ഷമിക്കണം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് ഒരു ആവേശത്തിൽ ചെയ്തതാണ്. ഇവിടെ ക്യാമറയിലേക്ക് കാണാം. എന്നിട്ട് ഏത് ഫോട്ടോ വേണം നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എത്ര പേര് നിൽക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ചേഞ്ച് കളർ ഡ്രസ്സ്. അത് എനിക്ക് നേരത്തെ അടിച്ചപ്പോൾ തെറ്റിപ്പോയത്. വലിയ ആവേശം കൂടി ഞാൻ അടിച്ചതാണ്, അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ചേഞ്ച് ഡ്രസ്സ് നിങ്ങൾക്ക് ഏത് കളറിലാണോ വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് എന്നാണ് കൊടുക്കുന്നത്. എനിക്ക് റെഡ് കളറിലാണ് ഇത് വേണ്ടത്. സെൻഡ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്കത് വരത്തുള്ളൂ. അല്ലാതെ 2 പേരൊക്കെ ഉള്ള ഫോട്ടോയിൽ നിങ്ങൾക്ക് കറക്റ്റാതെ തന്നെ വരും. 4 പേരൊക്കെ ഉള്ള ഫോട്ടോയിൽ ഒരാൾക്കായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇത് പറഞ്ഞത്. ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ 2 പേരുള്ള ഫോട്ടോ എടുക്കുകയാണ്. 2 പേരുള്ള നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോ തന്നെ എടുക്കാം. എടുത്തിട്ട് ചേഞ്ച് വീണ്ടും പറയണത്. ചിലവർക്ക് എത്ര ഭാഷ പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അത് ചേഞ്ച് കളർ ഡ്രസ്സ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫോട്ടോയെ ഞാനിപ്പോൾ താജ്മഹലിൽ നിൽക്കുന്നതായിട്ടുള്ള ഫോട്ടോ ആക്കാൻ പോവുകയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളതിനെ നെട്ടിപ്പോകും. അങ്ങനെ അത് വളരെ ക്ലിയറായിട്ട് അത് ചെയ്തു തരും. അതിനായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അതടിക്കുക. താജ്മഹൽ. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അത് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഫോട്ടോയാണ് സെൻഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ ഞാനിത് കാണിച്ചു തന്നത്. ശേഷം ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്ത ഫോട്ടോ കാണിച്ചു തരാം. താജ്മഹൽ ഇതാ വന്നു. ഞാൻ താജ്മഹൽ എന്നാണ് കൊടുത്തത്. ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നതാണല്ലോ, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞു തരാത്തത്. ഇനി ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് രണ്ടാമത്തെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ക്യാമറയിലേക്ക് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ എടുത്ത ഒരു ഫോട്ടോയാണ്. ഇവിടെ ആസ്ക് ക്വസ്റ്റ്യൻ എന്ന് കിടക്കുന്നിടത്ത് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കളർ. കളറല്ല, ബാക്ക്ഗ്രൗണ്ട് താജ്മഹൽ എന്നടിക്കണം. ബാക്ക്ഗ്രൗണ്ട് എന്നടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സിംഗപ്പൂർ എന്നാണ് അടിച്ചിട്ടുള്ളത്, എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത് മൈക്ക് ഓണായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ അവിടെ ടൈപ്പായത്. അത് ഞാൻ നോക്കിയിരുന്നില്ല. ശേഷം ഇവിടെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കാൻ. ഇത് സാധാരണ നോർമൽ ഫോട്ടോയാണ്. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സിംഗപ്പൂർ എന്ന് ഞാൻ കൊടുത്തു. സിംഗപ്പൂർ. അപ്പോൾ ഇതാ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സിംഗപ്പൂർ വന്നിട്ടുണ്ട്. വളരെ ക്ലീനായിട്ട്
അവർ തന്നിട്ടുണ്ട്. ഈ ഫോട്ടോയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് ഈ സിംഗപ്പൂർ പോലെ ആക്കിയത്. ഇത് ഞാൻ ലൈവായിട്ട് എടുത്തോണ്ടിരുന്ന ഫോട്ടോ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നാണ് എടുത്തെങ്കിൽ ആ ഇതിലേ വരുള്ളൂ. നിങ്ങൾ ഗാലറിയിലുള്ള ഫോട്ടോ ആണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സിംഗപ്പൂർ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഗാലറിയിൽ തന്നെയുള്ള ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ അടിക്കുക. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അതടിക്കുക. സിംഗപ്പൂർ എന്ന് ഞാൻ അടിക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഫോട്ടോയാണ് ഈ ഫോട്ടോയെ ഇതുപോലെ ആക്കി. ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് സിംഗപ്പൂർ എന്നാണ് ഞാൻ അടിച്ചത്. അത് കൃത്യമായിട്ട് അത് സിംഗപ്പൂരിൻ്റെ ഒരു കട്ടൊക്കെ തോന്നുന്ന ഒരു ഇത് അവർ തന്നിട്ടുണ്ട്. ഇത് ഞാൻ താജ്മഹൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതാണ്. ഇത് ഞാൻ സിംഗപ്പൂരിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ കൊടുക്കാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിൻ്റെ കളറൊക്കെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ചേഞ്ച് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് പലവർക്കും അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ